Hey guys, welcome to D Vlogs. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ സുഖമായിട്ട് ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ ഒരു ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, സേഫാണ്. എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും യൂട്യൂബിലും കുറേ മെസ്സേജ് വരുന്നുണ്ട്. ചേച്ചി സേഫ് അല്ലേ, ഓക്കെ അല്ലേ, എവിടെയാണ്, പ്രശ്നമൊന്നും ഇല്ലല്ലോ, അങ്ങനെ ചോദിച്ച് കുറേ മെസ്സേജ് വരുന്നുണ്ട്. അറിയാത്ത ആൾക്കാരിൽ നിന്നാണ് കൂടുതലും വരുന്നത്. അതായത് എനിക്ക് എന്നെ വീഡിയോസിലൂടെ കണ്ട് മാത്രം പരിചയമുള്ള, എനിക്ക് അങ്ങനെയും അറിയാത്ത കുറേ പേര്, കുറേ കുട്ടികളും. ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പം. നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ, ഇങ്ങനൊരു പ്രശ്നമൊക്കെ വരുമ്പം ഞാനിവിടെയുള്ള ഖത്തറിലാണുള്ളതെന്നൊക്കെ ഓർത്ത് മെസ്സേജ് അയക്കുന്ന വലിയ കാര്യമാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നിനും ഒരു മൂഡ് വരുന്നില്ല. ഒരു മനസ്സിനൊക്കെ ഒരു ഇതൊക്കെ ഇങ്ങനെ കേൾക്കുകയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നിനും ഒരു ഇത് വരുന്നില്ല, ചെയ്യാനായിട്ടൊരു അങ്ങോട്ട് വരുന്നില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് മടിയാണ്. അതിൻ്റെ കൂടെ ഇതൊക്കെ ആയപ്പം ഭയങ്കര എന്തൊക്കെയോ ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. പേടിയുണ്ട്, ടെൻഷനുണ്ട്, അങ്ങനെ എല്ലാം കൂടെ. അപ്പം അതുകൊണ്ടൊക്കെയാണ് വീഡിയോസൊക്കെ വളരെ കുറവാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. നല്ല സമയത്താണ് വന്നത്, അതാ എല്ലാവരും പറയുന്നത്. നല്ല സമയത്താണ് വന്നത്. എന്ത് ചെയ്യാനത്, നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എല്ലാം പെട്ടെന്ന് റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. വന്ന് പിറ്റേ ദിവസം തന്നെ ഇത് തുടങ്ങി. പിന്നെ എന്ത് ചെയ്യാനാ. ഇന്നെന്തായാലും നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നോക്കാം. അപ്പോൾ രാവിലെ തന്നെ കുളിക്കാമെന്ന് വിചാരിക്കുന്നു. കുളിച്ചിട്ട് വരണം. അമ്മയൊക്കെ കുളിച്ചു, അമ്മ അവിടെ ഇരിക്കണ്ട. എല്ലാവരും പേടിച്ചിരിക്കുക. നല്ല സമയത്താണ് വന്ന്. പാവം, പേടിയൊന്നുമില്ല കേട്ടോ. പേടിയുണ്ടോ അമ്മ? പേടിയൊന്നുമില്ല. വെറുതെ പേടിയൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. എന്നാലും ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ ചെറിയൊരു പേടി, അത്രയേ ഉള്ളൂ. പിന്നെ എവിടെ പോകാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ വന്നിട്ട് എവിടേക്കും വന്ന് പിറ്റേ ദിവസം തുടങ്ങിയല്ലോ. അപ്പോൾ അതും പിന്നെ എന്താ പറയുക, കോൾ വന്നതാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. അമ്മ കുളിച്ചു, എൻ്റെ മറ്റേ അമ്മ കുളിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മുഖത്തിടാമെന്ന് വിചാരിച്ച് വന്നിരുന്നതായിരുന്നു. എല്ലാവരും കൂടെ പശിക്ക് വർക്ക് ഫ്രം ഹോമാണ്, പശിക്ക് പോകണ്ട. പിന്നെ എൻ്റെ അച്ഛനമ്മയുണ്ട്, അശ്വിൻ്റെ അച്ഛനമ്മയുണ്ട്. അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതും രസമാണ്. നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ ഫാമിലി കുറേ കുടുംബക്കാരൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ഇതുണ്ടാവില്ലേ, അങ്ങനത്തെ രസമുണ്ട്. പിന്നെ വല്ലപ്പോഴും ഇങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോൾ അപ്പം ചെറിയൊരിത് വരും എന്നല്ലാതെ അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് കുറച്ച് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. കുറേ ആയല്ലോ, ഇന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നു. രാവിലെ കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സുഖം, ഒന്ന് ഉഷാറായിട്ടുണ്ട്. പിന്നെ ഈ വിരൽ പൊട്ടിക്കൽ എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയും, പക്ഷേ എന്നോട് ചെയ്തു പോവും. ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം അല്ലേ. ഞാൻ യൂസ് ചെയ്യുന്നത് ക്യൂർസ്കിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ക്യൂർസ്കിൻ എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബേസിക്
ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ വരും. പേര്, ഏജ്, ജെൻഡർ, നമ്മൾ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ വരും. അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പ്രശ്നം എന്താണ്, ഇതിൽ സ്കിൻ റിലേറ്റഡും ഉണ്ട്, ഹെയർ റിലേറ്റഡും ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ളൊരു പേജിലോട്ടാണ് പോകുന്നത്. അവിടെ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനെപ്പറ്റി നമ്മുടെ പ്രോബ്ലം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഫേസും സൈഡ് ഫേസും ഒക്കെ ഫോട്ടോ ചോദിക്കും. അത് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കുക. അപ്പോൾ ചിലർക്കൊക്കെ പേടിയുണ്ടാവും ഫോട്ടോ ഒക്കെ കൊടുക്കുന്നത് സേഫ് ആണോ എന്നൊക്കെ. പക്ഷേ അതൊക്കെ 100% സെക്യൂർ ആണ് കേട്ടോ. സേഫ് ആയിട്ടുള്ളൊരു ആപ്പ് തന്നെയാണ്, അതിലൊന്നും പേടിക്കേണ്ട. അപ്പോൾ ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഫേസിലുള്ള എല്ലാം ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് അവർ നമുക്കൊരു കിറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു കിറ്റാണ് ഇതാ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിലെനിക്ക് 4 പ്രോഡക്റ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്നും ഇത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് വാഷാണ്. ഇത് മോർണിംഗിലും നൈറ്റിലും ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക. ജസ്റ്റ് ഒരു പമ്പ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ഫേസിലും നെക്കിലും ഒക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജൊക്കെ കൊടുത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഒരു മിനറൽ ജെൽ സൺസ്ക്രീൻ. ഇതിൽ SPF 50 PA+++ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാ സൺസ്ക്രീൻ പോലെയല്ല, ജസ്റ്റ് ഒരു സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ. സൈസ് എന്ന് പറഞ്ഞാൽ എന്നോട് കുറച്ച് കൂടിപ്പോൾ, ഇത്രയും വേണ്ട, ജസ്റ്റ് ഒരു സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ, അതായത് ഫേസിൽ, നെക്കിൽ ഒക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിങ്ങനെ ഡോട്ട് ഇട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ മോർണിംഗിലെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇനി വരുന്ന 2 പ്രോഡക്റ്റ്സ് നൈറ്റ്ലി യൂസ് ചെയ്യാനുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബരിയർ റീസ്ട്രക്ചർ ക്രീമാണ് വരുന്നത്. ഇതും ജസ്റ്റ് ഒരു സൈസിലാണ് എടുക്കാൻ പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് സ്റ്റെപ്പാണ് ഈ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീം. ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു അരിമണിയുടെ അളവിൽ എടുക്കാൻ പറയുന്നുള്ളൂ. അതും നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ്. ഇതും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യരുത്. നമുക്ക് പ്രോബ്ലംസ് ഇല്ല, അതായത് നമുക്ക് ആക്നി മാർക്സും ഓപ്പൺ പോർസും ഡാർക്ക് സ്പോട്ട്സും അങ്ങനെയുള്ള ഏരിയാസിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എത്രയുള്ള പരിപാടി. നൈറ്റിലെ പരിപാടി എന്ന് പറഞ്ഞാൽ അതും കഴിഞ്ഞു. എന്നിട്ട് സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇത്രയാണ് ക്യൂർ സ്കിന്നിൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ. എൻ്റെ വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ ഇതിന് വേറെ കുറേ പ്രത്യേകതകളുണ്ട്. അതായത് ഇത് ഭയങ്കര അഫോർഡബിളാണ്. ഈ ഒരു പ്രോഡക്റ്റ്സ്, ഈ ഒരു 4 പ്രോഡക്റ്റ്സിനും കൂടെ എനിക്ക് വന്നിട്ടുള്ളത് 1449 ആണ്. അതും അപ് ടു 3 months വരെ ഇത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഒരു നല്ലൊരു ഡയറ്റൊക്കെ പറഞ്ഞു തരും. ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം, പിന്നെ മന്ത്ലി ചെക്കപ്പ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് D100 എന്നുള്ള കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം. അങ്ങനെ ആ പരിപാടിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. ഇനി നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ. ഇന്നിപ്പോൾ ദോശയാണേ, ദോശയും ചട്നിയാണ്. പിന്നെ ഇതാ കോഫിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോഫി പിന്നെ എനിക്കും അശിക്കും മാത്രം മതി. ഇവരൊക്കെ രാവിലെ തന്നെ ഒരു കാലിച്ചായ കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇനി വേണ്ടാന്ന് പറഞ്ഞു. എനിക്കും അശിക്കും ഇതിൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ. അങ്ങനെ ദോശയുണ്ട്, പിന്നെ കുറച്ച് ചക്കയുണ്ട്, ചക്കപ്പുഴുക്ക്. ഇന്നലത്തെയാണ്, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ചക്ക കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആക്ച്വലി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി, അതുകൊണ്ടാണ് ചക്കയൊക്കെ കാണുന്നത്. ഇതൊക്കെ എപ്പോഴോ തീർന്നതാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ പോയിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം കൊടുത്തു. ചെറിയൊരു വാട്ടം പോലെ തോന്നി, അങ്ങനെ കുറച്ച് നനച്ചു കൊടുത്ത്. പിന്നെ ഞാൻ എൻ്റെ തലയിൽ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് മുടിയുടെ കുടുക്കൊക്കെ ഒന്ന് പോക്കി ഒന്ന് റെഡിയായി. എന്നിട്ട് വീണ്ടും കിച്ചണിലേക്ക് പോയി. നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയും കൂടെ നോക്കണമല്ലോ. ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇപ്പോൾ പിന്നെ വർക്ക് ഫ്രം ഹോമാണ്, അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് രസമാണ് കേട്ടോ എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ. അങ്ങനെ ഇന്നിപ്പോൾ ഉപ്പേരിക്ക് ഇതാ കോവയ്ക്കയാണ് എടുത്തത്. പിന്നെ ഇത് കറമൂസയാണ് കേട്ടോ. കറമൂസ, നമുക്ക് കറമൂസ എന്നല്ലേ നിങ്ങൾ, ഇതിനെനിക്ക് തോന്നുന്നു പല സ്ഥലത്തും പല പേരായിരിക്കില്ലേ പറയുക. ഞങ്ങൾ കറമൂസ എന്ന് പറയും. പപ്പായയാണ്. അപ്പോൾ അത് വെച്ച് ഒരു പച്ചടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കൂടെ കുറച്ച് കട്ട് ചെയ്തു. പിന്നെ ഉള്ളി
കോവയ്ക്കയിൽ കുറച്ച് ഉള്ളിയും കൂടെ മുറിച്ചിടാമെന്ന് പറഞ്ഞു. ഞാൻ ഉള്ളി എടുത്ത് നന്നാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും ആ പണി അമ്മ അങ്ങോട്ട് ഏറ്റെടുത്തു കേട്ടോ. എന്നാൽ പിന്നെ എനിക്ക് സൗകര്യമായി, അമ്മ ചെയ്തോട്ടെ. രണ്ടമ്മമാരും ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ പണിയൊന്നുമില്ല. ഞാനതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുകയാണ്. എന്നാലും ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഉണ്ട്, ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കും. ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്നാൽ മോശമല്ലേ. അപ്പോൾ ഞാനും ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കും. കുറച്ച് മുളകും കറിവേപ്പിലയും ഒക്കെ കഴുകി ഉപ്പേരിക്ക് വേണ്ടി അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു. അത് പിന്നെ അമ്മ ആക്കിക്കോളും ഇനി. പിന്നെ ഞാനിതാ ഇവിടെ പച്ചടിക്ക് വേണ്ട കട്ട് ചെയ്ത് വെച്ച കർമൂസ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ഞാനിങ്ങനെ നോക്കുകയാണ് വെന്തോന്ന്. അതിൻ്റെ അടപ്പ് മൂടി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുന്നതിനിടെ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. എന്നോട് അറിയാണ്ട് മറ്റേ കൈ കൊണ്ട് അതങ്ങ് പിടിച്ചു പോയി. കുഴപ്പമില്ല, വലിയ പരിക്കൊന്നും പറ്റിയില്ല, ചെറുതായിട്ടൊന്ന് തൊട്ട് പോയിട്ടേ ഉള്ളൂ. അങ്ങനെ അത് ഏതാണ്ട് വെന്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അത് അമ്മയാക്കിക്കോളും, എനിക്ക് അറിയില്ല ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് സമയം റൂമിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ആണെങ്കിൽ ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇപ്പോൾ ഓക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ നൈറ്റിലൊക്കെ ഇടയ്ക്കിങ്ങനെ അലേർട്ട് വരും. അപ്പം പെട്ടെന്ന് ഞെട്ടി ഉണരും. അങ്ങനെ കുറച്ച് ദിവസം ഉറക്കിനൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഒക്കെ നോർമലായി. എന്താ പറയുക, ഒരു സാധാരണ പോലെ തോന്നും. പിന്നെ അപ്പോഴേക്കും അമ്മയും അച്ഛനും ഒക്കെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണ്. അതിനിടയിൽ അച്ഛൻ അവിടെ കണ്ട ഒരു മരുന്നിൻ്റെ ബോട്ടിലെടുത്ത് ഇതെന്തിൻ്റെയാന്നൊക്കെ ചോദിച്ച് അതിൻ്റെ എങ്ങനത്തെയാന്ന് തുറന്നേന്ന് പറഞ്ഞ് തുറക്കാനും പറ്റില്ല. ഞാൻ കുറേ ശ്രമിച്ചു, അമ്മ ശ്രമിച്ചു, അച്ഛൻ ശ്രമിച്ചു, അവസാനം അമ്മ തന്നെ തുറന്നു കേട്ടോ. പിന്നെ അശ്വി ഇന്ന് ജസ്റ്റ് ഒന്ന് രാവിലെ ഒന്ന് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തോ ആവശ്യം ഉണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഉച്ചൻ്റെ മുന്നേ തന്നെ അശ്വി തിരിച്ചെത്തി. കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ ഇതാ ഞങ്ങൾ അപ്പോഴേക്കും അമ്മ പറഞ്ഞു ചോറ് കഴിക്കാമെന്ന്. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ ഇരുന്ന് ചോറ് കഴിക്കുകയാണ്. അശ്വിനാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നുമില്ല. അങ്ങനെ ഞാൻ തന്നെ പോയി പിടിച്ച് പൊക്കി കൊണ്ടുവരികയാണ്. അല്ല, ഞാൻ പൊക്കല്ല, ഞാനിങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ്. വിളിച്ചാൽ വരില്ല, അതെല്ലാവർക്കും ഉള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. ചോറെടുത്ത് വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ ഇരിക്കും. ഒരു 10 പ്രാവശ്യം വിളിക്കണം ഒന്ന് എഴുന്നേറ്റ് കിട്ടാനായിട്ട്. പിന്നെ അമ്മ നാട്ടിൽ നിന്ന് വറുത്ത് കൊണ്ടുവന്ന ചിക്കൻ ഉണ്ടായിരുന്നേ. അത് ഞാൻ കുറച്ചെടുത്തിട്ട് ചൂടാക്കാൻ വേണ്ടി ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്നോട് മറന്നുപോയി സത്യം പറഞ്ഞാൽ. അങ്ങനെ അതും എടുത്ത് വന്നപ്പോഴാണ് ഒരാൾ ദേ ഇവിടെ ചോറും വെച്ച് എനിക്ക് വാരിത്തരുമോയെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. എളുപ്പമാണല്ലോ. എന്നിട്ട് അവിടെ ഫോണും നോക്കി ഇരുന്നോളും, കയ്യിലും ആക്കണ്ട, സുഖമാണല്ലോ. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വാരിക്കൊടുക്കാനൊക്കെ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാറൊന്നുമില്ല, ഞാൻ വാരിക്കൊടുക്കും. ഇപ്പോൾ ഡെയിലി തന്നെയാണ് പരിപാടി. ഇപ്പോൾ ഞാൻ തന്നെയാണ് ചോറാണെങ്കിൽ ചോറ് വലിയ താല്പര്യമില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ചോറും കറിയും നോൺ വെജിനോടാണ് ആൾക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ചോറൊക്കെ ആകുമ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഇങ്ങനെ വാരി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമല്ലാത്തതാണെങ്കിലും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല, ഫുൾ അങ്ങ് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ഞാനെല്ലാ ഉപ്പേരിയും എല്ലാം എടുത്ത് ചോറൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ജിമ്മിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇവിടം വരെ ഞാനും വരാമെന്നും പറഞ്ഞിട്ട് കൂടെ പോയി. അതിനിടയ്ക്ക് ഞാൻ അച്ഛനും അമ്മയും റൂമിലിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പേടിപ്പിക്കാമെന്നും പറഞ്ഞിട്ട് ജനലിൽ മുട്ടുവാണേ. ഇപ്പം പിന്നെ എന്ത് മുട്ടലും തട്ടലും എന്തൊരു സൗണ്ട് കേട്ടാലും പെട്ടെന്നൊന്ന് പേടിച്ചു പോവും. ഇപ്പം അല്ല കേട്ടോ, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. ഇപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. ഞാൻ പറയുകയാണ്, എൻ്റെ മുടിയൊക്കെ പാറിയിട്ട് പ്രേതത്തിനെ പോലെ ഉണ്ട്. അപ്പോഴാണ് ബേക്കിൽ ഒരാൾ വരുന്നത്. ഞാൻ കുറവായിപ്പോയി. അങ്ങനെ അശ്വി ഇതാ പോയി. നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഈ കാറ്റിലിങ്ങനെ പുറത്ത് നിൽക്കാൻ നല്ല എന്താ പറയുക, നല്ല തണുത്ത കാറ്റാണ്. അപ്പോൾ പിന്നെ ഞാൻ അകത്തോട്ട് പോകാൻ നോക്കിയപ്പോഴാണ് അമ്മയും 2 അമ്മമാരും കൂടെ പുറത്തേക്ക് വരുന്നു, തുണി ആറിയിടാനൊക്കെ ആയിട്ട്. അങ്ങനെ അപ്പം ഞാനും അവിടെ തന്നെ അങ്ങോട്ട് നിന്നു. ഞങ്ങളവിടെ നിന്ന് കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് പൂ പറിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എത്തുന്നില്ല, എല്ലാം മതിലിനപ്പുറത്തേക്കാണുള്ളത്. കാണുമ്പോൾ വിചാരിക്കും അടുത്താണ് നമുക്ക് എത്തുന്നത്, പക്ഷേ എത്തുന്നില്ല കേട്ടോ. പിന്നെ ഞാനത് പറിച്ചിട്ട് തന്നെ കാര്യമെന്നും പറഞ്ഞിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. കുറച്ച് കിട്ടി. ഞാൻ എങ്ങനെയൊക്കെയോ ഏന്തി വലിഞ്ഞ് കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട്.
എന്നിട്ട് അത് നേരെ അമ്മേൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. ഈ മഞ്ഞപ്പൂ ഇങ്ങനെ നിറച്ചും ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല രസാട്ടോ. ഫോണിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കുറേ ബോഗൺവില്ല ഉണ്ട്. കുറേ കളറ് റെഡ്, പിങ്ക്, ഓറഞ്ച്, യെല്ലോ എല്ലാം കൂടെ. പിന്നെ ഇതാ ഇവിടെ കുറേ അല്ല കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു കയ്പ്പയ്ക്കയാണ്. പാവം എനിക്കിതൊക്കെ കാണുമ്പോൾ സങ്കടമാവുക. എന്താ ഇങ്ങനെ കുഞ്ഞിതായി പോകുന്നത്? വളമൊന്നും ഇല്ലായിട്ടായിരിക്കും. ഇത് നമ്മുടെ അല്ല കേട്ടോ. ഇതൊക്കെ അടുത്ത വീട്ടിൽ ആരൊക്കെയോ ചെയ്തതാണ്. പിന്നെ ഇതാ തക്കാളിയുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം ഉണ്ടാവുന്നുണ്ടേ. പിന്നെ വഴുതനയുണ്ട്, ചീരയുണ്ട്, മുളകുണ്ട്, അങ്ങനെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട്. നമ്മളിതൊന്നും എടുക്കാറില്ല. ഇതൊക്കെ വേറെ ആരുടെയോ ആണ്. അങ്ങനെ പിന്നെ നമ്മൾ അകത്തേക്ക് കയറി. അപ്പോഴേക്കും അശ്വി ജിമ്മിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അശ്വി വരുമ്പോൾ കട്ട്ലറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് ചായക്ക് കൂട്ടാനായിട്ട്. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചു. ഈ കട്ട്ലറ്റ്, ഇവിടുത്തെ ഈ ഒരു കട്ട്ലറ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റാണേ. കടയിൽ നിന്ന് എന്താ പറയുക, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ കട്ട്ലറ്റൊക്കെ കഴിച്ചു. വലിയ കട്ട്ലറ്റുമാണ്. ഇതൊരെണ്ണം കഴിക്കുമ്പോഴത്തേക്കും വയറ് ഫുള്ളാവും. പിന്നെ നമ്മൾ രാത്രിത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. ചപ്പാത്തിയും പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി അമ്മ അവിടുന്ന് കുഴച്ച് പരത്തുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മ ഇവിടുന്ന് ഇതാ മുട്ടക്കറി ആക്കുകയാണ്. ഞാനതിൻ്റെ ഇടയിൽ നിന്ന് ചപ്പാത്തി ചുട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെന്താ, പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറേ കമൻസ് വരുന്നുണ്ട്. അശ്വിൻ്റെ പേരൻസ് എവിടെ, അച്ഛനും അമ്മയും എവിടെ പോയി എന്ന് ചോദിച്ചിട്ട്. അച്ഛനും അമ്മയും കുറച്ച് ദിവസം ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും കാണാണ്ടിരുന്നത്. അത് പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാറുള്ളതാണല്ലോ. ഇപ്പോൾ പുതുതായിട്ട് പോയതൊന്നും അല്ല. അപ്പം അതിനുള്ള ആൻസർ ആയല്ലോ. ഇപ്പം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചപ്പാത്തി ചുടുകയാണ്. ഇങ്ങനെ എല്ലാവരും കൂടെ ഒക്കെ ഉണ്ടാകുമ്പം നല്ല രസമാണ് കിച്ചണിലൊക്കെ പണിയെടുക്കാൻ. കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ സമയം പോകുന്നതും പണിയെടുക്കുന്നതൊന്നും ഒന്നും അറിയില്ല. ഒറ്റയ്ക്കാകുമ്പം ചെറിയൊരു ബോറടിയൊക്കെ ആയിരിക്കും. ഒന്നും സംസാരം ഇതൊന്നും കേൾക്കാണ്ട്. ഞാൻ ഒറ്റയ്ക്കൊക്കെ ആവുന്ന സമയത്ത് ഞാനിങ്ങനെ ഒന്നെങ്കിൽ ടി വി തുറന്ന് അവിടെ ഇട്ടേക്കും, അല്ലെങ്കിൽ ഫോണിൽ പാട്ട് വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അങ്ങനെ ഞാൻ ചപ്പാത്തി ചുട്ട് കൊടുത്തു. പിന്നെ അപ്പോഴേക്കും മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിന് കുറച്ച് കുത്തും വരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ അങ്ങോട്ട് പിടിക്കണമല്ലോ, ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലട്ടെ എന്ന് വിചാരിച്ച് മുട്ടയൊക്കെ ഇങ്ങനെ വരയൊക്കെ ഇട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചപ്പാത്തിയും മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം പോകുന്നത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് എടുക്കാൻ എന്നോട് മറന്നുപോയി. അതുകൊണ്ട് നമ്മളിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കിടന്നു. പറ്റില്ല.